നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭിന്നകങ്ങൾ ഭിന്നസംഖ്യകൾ ഫ്രാക്ഷൻസ് പഠിച്ചു. അതിൽ സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, മിശ്ര ഭിന്നം, സമാന ഭിന്നങ്ങൾ ഇവയെല്ലാം പഠിച്ചു അല്ലേ. എന്ന് വെച്ചാൽ സാധാരണ ഭിന്നം എന്ന് വെച്ചാൽ പ്രോപ്പർ ഫ്രാക്ഷൻസ് 3/5 എന്ന് വെച്ചാൽ അംശം ചെറുതും ഛേദം വലുതുമായിട്ടുള്ളത്. വിഷമഭിന്നം ഛേദം ചെറുതും അംശം വലുതും. മിശ്രഭിന്നം എന്ന് വെച്ചാലോ ഒരു പൂർണ്ണസംഖ്യയും പിന്നെ ഒരു ഭിന്നസംഖ്യയും കാണും. സമാന ഭിന്നം എന്ന് വെച്ചാൽ ഈ സംഖ്യയെ ഏതെങ്കിലും മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അടുത്ത ഭിന്നം കിട്ടണം. അങ്ങനെയുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞു തന്നു. ഇന്ന് നമുക്ക് പഠിക്കുന്നത് അതിന്റെ ബാക്കിയായിട്ട് വ്യുൽക്രമം അല്ലെ റെസിപ്രോക്കൽ, അതായത് ഗുണന വിപരീതം എന്ന് മലയാളത്തിൽ പറയാം അല്ലെ. ഇതെന്താണെന്നും പിന്നെയോ ഭിന്നസംഖ്യയെ ദശാംശ സംഖ്യ ആക്കുന്ന വിധവുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. വ്യുൽക്രമം അതായത് റെസിപ്രോക്കൽ എന്ന് ഇംഗ്ലീഷിൽ പറയും, ഗുണന വിപരീതം എന്നും പറയാം. നമുക്ക് ഗുണന വിപരീതം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാലും മതി. 5/3 ഗുണന വിപരീതം എന്ത്? ഇത് അറിയാമെങ്കിലേ നമുക്കിനി ഗുണനവും ഹരണവും ഒക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ഇത് പറഞ്ഞിരുന്നത്. ഈ ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ഈ 5/3 ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇത് നേരെ തിരിച്ച് അംശത്തെ ഛേദമായിട്ടും ഛേദത്തെ അംശമായിട്ട് എഴുതിയാൽ ഗുണന വിപരീതമായി. അപ്പൊ 5/3 ഗുണന വിപരീതം എത്രയായിരിക്കും? നേരെ 3 അടിയിലേക്ക് വരണം, 5 മുകളിലേക്കും വരണം. ഇതാണ് ഇതിന്റെ ഗുണന വിപരീതം. മനസ്സിലായല്ലോ. 7/4 എങ്ങനെയാണ്? അപ്പൊ 4 നേരെ താഴെ വരും, 7 മുകളിലും വരും. ഇതാണ് ഗുണന വിപരീതം. അപ്പോൾ ഇതെങ്ങനെ എഴുതും? 3ഉം 8ൽ 2 എന്നുള്ളത്. ഇതിനകത്തൊരു പൂർണ്ണസംഖ്യ ഉണ്ട്, പിന്നെ ഒരു ഭിന്നസംഖ്യ ഉണ്ട്. അപ്പൊ അത് ആദ്യം നമ്മൾ ഇത് ഏത് രീതിയിലുള്ള ഭിന്നമാണ് നിങ്ങൾ ഇത് നോക്കിക്കേ. ഇത് ഏതാണ്? സാധാരണ ഭിന്നമാണോ ഇത്? അല്ല. വിഷമഭിന്നമാണോ? ഈ രീതിയിലാണോ? അല്ല. പിന്നെയോ മിശ്ര ഭിന്നമാണ് അല്ലെ. ഒരു പൂർണ്ണസംഖ്യയും പിന്നെ ഒരു ഭിന്നസംഖ്യയുണ്ട്. അപ്പോൾ ഇത് മിശ്ര ഭിന്നത്തെ നമ്മൾ ആദ്യം വിഷമ ഭിന്നമാക്കണം. എന്നിട്ട് അതിന്റെ റെസിപ്രോക്കൽ എഴുതണം, ഗുണന വിപരീതം എഴുതണം. എങ്ങനെ എഴുതും? 3ഉം 8ഉം കൂടെ ഇൻറ്റു ചെയ്യണം ആദ്യം അല്ലേ. 3 8 എത്രയാണ്? 24. പിന്നെ ഇത് 2 കൂട്ടണം, 26. 26/8 അത് എവിടെ എഴുതണമെന്ന് പഠിച്ചിട്ടില്ലേ? ഇതാണ് അതിന്റെ. ഇത് എങ്ങനെയാക്കി? വിഷമഭിന്നം ആക്കി നമ്മൾ. 3 24 2 26/8. ഇനി അതിന്റെ ഗുണന വിപരീതം എഴുതണം. അപ്പൊ എങ്ങനെ എഴുതണം? 8 നേരെ മുകളിൽ പോകും അല്ലെ. 8 മുകളിൽ പോവും, 26 താഴെ വരും. ഇതാണ് അതിന്റെ 3ഉം 8ൽ 2ന്റെ ഗുണന വിപരീതം എത്രയാണ്? 26/8. അപ്പൊ അത് ആദ്യം എന്ത് ചെയ്യണം? ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇത് ഛേദവും ഈ എണ്ണൽ സംഖ്യയും തമ്മിൽ ഗുണിച്ചിട്ട് അംശം കൂട്ടണം. 3 24 2 26/8 എന്ന് എഴുതിയിട്ട് പിന്നെ നേരെ അംശം താഴെയും ഛേദം മുകളിലായിട്ട് എഴുതിയ ഉത്തരവായി. അപ്പൊ ഇത് നോക്കാം. ഇതും കൂടെ ഗുണിക്കണം അല്ലെ. 7 5 35 6 40 ഇരിക്കട്ടെ. 7 35 5 6 41/7 എന്ന് എഴുതി. ഇതിന്റെ ഗുണന വിപരീതം എത്രയാണ്? ഇനി എഴുതാലോ. 7 നേരെ മുകളിൽ പോവും, 41 താഴെ വരും. ഇതാണ് ആൻസർ. അപ്പം ഇങ്ങനെയുള്ള സംഖ്യയുടെ എന്ന് വെച്ചാൽ മിശ്ര ഭിന്നങ്ങൾ, മിക്സഡ് ഫ്രാക്ഷൻസിന്റെ ഗുണന വിപരീതം എഴുതുന്നത് അതിനെ ആദ്യം വിഷമഭിന്നമാക്കി മാറ്റുക. എന്ന് വെച്ചാൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റിയിട്ട് നേരെ തിരിച്ചെഴുതിയാൽ മതി. അംശം താഴെയും ഛേദം മുകളിലാക്കി എഴുതിയാൽ മതി. ഇത് നമ്മളിപ്പോൾ വ്യുൽക്രമം അല്ലെ ഗുണന വിപരീതം എങ്ങനെയാണെന്ന് എഴുതാൻ പഠിച്ചു. ഇനി നമുക്ക് ഭിന്നസംഖ്യയെ ദശാംശ സംഖ്യ ആക്കുന്ന വിധമാണ് പഠിക്കാനുള്ളത്. ഇത് ഭിന്നസംഖ്യ അല്ലെ. 8ൽ 125. അത് ഏത് തരം ഭിന്നസംഖ്യയാണ്? വിഷമ ഭിന്നം. കണ്ടോ, അംശം വലുതല്ലേ. ഇവിടെ അംശം 125 വലുതാ അല്ലെ. അപ്പൊ ഇത് വിഷമ ഭിന്നമാണ്. അതിനെ ദശാംശ രൂപത്തിൽ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? 125/8 അത് അർത്ഥമാക്കുന്നത് അല്ലെ. അപ്പോൾ 125/8 ഇങ്ങനെ ഹരിച്ചാൽ മതി. അപ്പൊ 8 ഒന്നിലടങ്ങില്ല. 12ൽ എത്ര പ്രാവശ്യം ഉണ്ട്? ഒരു പ്രാവശ്യം. 8 കുറയ്ക്കുമ്പോൾ എത്ര വരും? 4. ഇനി 5 ഇറക്കി എഴുതണം അല്ലെ. 5 താഴോട്ട് ഇറക്കി 5. 45ൽ 8 എത്ര പ്രാവശ്യം ഉണ്ട്? 5 40. റിമൈൻഡർ എത്ര വരും? 5. 5 വന്നില്ലേ. ഇനിയോ ഇത് ദശാംശ രീതിയിലാക്കണം അല്ലെ. 5 ഇങ്ങനെ റിമൈൻഡർ കിടക്കാൻ പറ്റില്ല. അപ്പോൾ 5ൽ അടങ്ങില്ലാത്തപ്പോൾ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇടണം. എന്നിട്ട് ഇവിടെ ഒരു 0 കൊടുക്കണം അല്ലെ. 0 കൊടുക്കണം. 50ൽ എത്ര പ്രാവശ്യം ഉണ്ടായിട്ട്? 8 5 40 8 6 48. 48 എന്ന് കിട്ടും അല്ലെ. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 2. അപ്പോൾ ഇനി 2ൽ അടങ്ങുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 0 കൊടുക്കാം അല്ലെ. ഒരു 0 കൊടുക്കും. 20ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 8 2 16. റിമൈൻഡർ എത്ര വരും? 4. ഇനിയോ 4ൽ അടങ്ങില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു
0 കൊടുക്കാം. 40 8 എത്ര പ്രാവശ്യം ഉണ്ട്? 5 പ്രാവശ്യം. 15 പോയിന്റ്. അപ്പോൾ 5 × 8 40 എഴുതി 00 അല്ലേ? അപ്പോൾ ആൻസർ എത്ര കിട്ടും? 15.625. ഇങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. ഇതിന് ദശാംശ രൂപത്തിലേക്കായി. അടുത്തത് നോക്കിക്കേ, ഈ ഒരു കണക്ക് ചെയ്യാം നമുക്ക്. 3/5. 3/5 എന്ന് വെച്ചാൽ ഇത് മായ്ക്കാം. 3/5. 3-ൽ 5 അടങ്ങുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ദശാംശ സ്ഥാനം ഇടണം. എന്നിട്ട് ഇവിടെ ഒരു 0 കൊടുക്കണം. 5 30-ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 6 പ്രാവശ്യം അല്ലേ? 6 5 30. ആൻസർ റിമൈൻഡർ 0 ആവുന്നില്ലേ? അപ്പോൾ ദശാംശ രൂപത്തിൽ എഴുതിയാൽ എത്ര വരും? 3/5 എന്നുള്ള ദശാംശ രൂപത്തിൽ ഇവിടെ ഒരു 0 കൊടുക്കുക. അല്ലെ, ആദ്യം ഒരു 0 ഇട്ടിട്ട്. അപ്പോൾ 0.6 കണ്ടോ? ദശാംശ രൂപത്തിലായി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭിന്നസംഖ്യ ഡിവൈഡ് ചെയ്ത് കിട്ടും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദശാംശ സംഖ്യയാക്കാനായിട്ട് സാധിക്കും. അടുത്തത് എങ്ങനെയാണ്? 7/20. അതെങ്ങനെ എഴുതാം? 7/20 അല്ലേ? ഇങ്ങനെ എഴുതണ്ടേ? ഈ മുകളിൽ കിടക്കുന്നതാണ് ബ്രാക്കറ്റിനുള്ളിൽ എഴുതേണ്ടത് കേട്ടോ. 7/20 7-ൽ അടങ്ങുമോ? ഇല്ല. അപ്പോൾ ഒരു 0 ഇട്ടിട്ട് പോയിന്റ് ഇടണം. 70 ആക്കണം. 72 20 എത്ര പ്രാവശ്യം ഉണ്ട്? 3 പ്രാവശ്യം. 3 2 6 60. ബാക്കി റിമൈൻഡർ 10. 10-ൽ അടങ്ങൂല്ലല്ലോ 20. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 0 കൊടുക്കുക അല്ലേ? ഇനിയും 0 ഇടണമെങ്കിൽ മുകളിൽ 0 ഇട്ടിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 0 കൊടുക്കാം നമുക്ക്. പക്ഷേ പിന്നെയും 0 ഇടണമെങ്കിൽ നമുക്ക് മുകളിൽ കൊടുക്കണം. അപ്പോൾ 100-ൽ അടങ്ങും 20. എത്ര പ്രാവശ്യം ഉണ്ട്? 5 പ്രാവശ്യം. 2 10 100. 0 വന്നു. അപ്പോൾ എത്രയാണ് ആൻസർ? 0.35. കണ്ടോ? ദശാംശ രൂപത്തിൽ എഴുതാൻ നമ്മൾ പഠിച്ചു. ഉൽക്രമം എന്താണെന്ന് പഠിച്ചു. ദശാംശ ഭിന്നസംഖ്യയെ ദശാംശ രൂപത്തിൽ ആക്കുന്നത് നമ്മൾ ഇന്ന് പഠിച്ചു. ഇനിയും വളരെയധികം ഉണ്ട്. എന്തൊക്കെയുണ്ട്? ഇവ തമ്മിൽ ഈ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിനും ഗുണിക്കുന്നതിനും കുറയ്ക്കുന്നതിനും ഒക്കെ ക്രിയകളുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.